കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. 46-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ദൈവം അതികാലത്ത് തന്നെ അതിനെ സഹായിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്തയാണ് ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ദൈവം അതിൻ്റെ മധ്യമുണ്ട്, അത് കുലുങ്ങിപ്പോകുകയില്ല. ഏതിൻ്റെ മധ്യം? 4-ാം വാക്യമാണ്. ഒരു നദിയുണ്ട്, അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നതൻ്റെ വിശുദ്ധ നിവാസത്തെ തന്നെ. അപ്പോൾ ദൈവനഗരത്തിൻ്റെ മധ്യത്തിൽ ആരുണ്ട്? ദൈവമുണ്ട്. അതുകൊണ്ടത് കുലുങ്ങിപ്പോകുകയില്ല. എന്തുവാ അതിൻ്റെ അർത്ഥം? ദൈവം ഉള്ളത്, ദൈവമുള്ള വ്യക്തി, ദൈവമുള്ള സ്ഥലം, ദൈവമുള്ള സമൂഹം ഒക്കെ അത് കുലുങ്ങിപ്പോകുകയില്ല. അത് സ്തോത്രം എന്നേക്കും നിൽക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിശാചോ മനുഷ്യനോ ഒക്കെ ഒരുപക്ഷെ ദൈവ സംവിധാനങ്ങളെ, ദൈവത്തിൻ്റെ നഗരത്തെ കുലുക്കുവാൻ, തകർക്കുവാൻ ഒക്കെ നോക്കുന്ന മേഖലകൾ ഉണ്ടാകാം. എന്നാൽ അതിൻ്റെ നടുവിൽ നിന്നുകൊണ്ട് തിരുവചനം പറയുന്നു, ദൈവം മധ്യ ഉള്ളിടത്തോളം കാലം അതിനെ കുലുക്കുവാൻ ആർക്കും കഴിയുകയില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. എന്താ കാര്യം? അവൻ്റെ മധ്യഭാഗത്ത് ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അടുത്ത് പറയുന്നത് എന്തുവാ? ദൈവം അധികാലത്ത് തന്നെ അതിനെ സഹായിക്കും എന്ന് പറഞ്ഞതിൽ അർത്ഥം ഏറ്റവും ആദ്യം അല്ലേ, രാവിലെ എന്നൊക്കെ പറയുന്നത് ഒരു ദിവസത്തിൻ്റെ ആരംഭത്തെ കാണിക്കുന്നതാണ്, ഒരു ദിവസത്തിൻ്റെ തുടക്കത്തെ കാണിക്കുന്നതാണ്. രാവിലെ എന്ന് പറയുന്നത് ഒരു ആയുസിൻ്റെ, ഒരു വർഷത്തിൻ്റെ ഒക്കെ തുടക്കമാണ് പ്രഭാതം എന്ന് പറയുന്നത് അല്ലേ. അധികാലത്ത് ഞാൻ നിന്നെ സഹായിക്കുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഓരോരു സഹായവും നിൻ്റെ അടുക്കൽ വരുന്നതിന് മുൻപ് ദൈവം നിന്നെ സഹായിക്കും എന്ന് പറയുന്ന അനുഗ്രഹീതമായ ചിന്ത. അങ്ങനെയെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ, ഒന്ന്, ദൈവനഗരം കുലുങ്ങിപ്പോകുകയില്ല, കാരണം ദൈവം അതിൻ്റെ മധ്യമുണ്ട്. 2, ദൈവം അതിനെ സഹായിപ്പാൻ തക്കവണ്ണം ഇടവരും. ആ നിലവാരത്തിൽ ഒരു ജീവിതം, ആത്മീയ ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ സന്ദേശത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്നു. അവിടുന്ന് ചെറുകടി മറയ്ക്കും, സഹായിക്കും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.